പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജാനകിയുടെ അടുത്ത് വന്ന് ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അനിയുടെ കല്യാണം എന്നോടും ജയേട്ടനോടും മുന്നിൽ നിന്ന് നടത്താനാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മുന്നോടിയായിട്ട് അവനെക്കുറിച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കേണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവരുടെ സംസാരം അവിടെ നിന്ന് ജലജ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 2-3 ബ്രാഞ്ചൊക്കെ അനീനെ ഏൽപ്പിക്കാനായിട്ടാണ് കേട്ടോ തീരുമാനിച്ചിട്ടുള്ളത്. അതൊക്കെ പറയുമ്പോൾ ജലജയ്ക്കാണെങ്കിൽ അത് ഇഷ്ടമാവുന്നില്ല. അപ്പോൾ ജാനകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അവനെന്നും ആദർശിൻ്റെ നിഴലായിട്ട് നടക്കാനാണ് ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും അങ്ങനെ നടക്കാനൊന്നും പറ്റില്ല. ഇനിയിപ്പോൾ ആദർശ് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ അവനെ ഏൽപ്പിച്ചിട്ട് ഫ്രീ ആവാനാണ് അവൻ്റെ തീരുമാനം എന്ന് പറയുകയാണ്. അപ്പോൾ പകുതി അവനും അപ്പോൾ എൻ്റെ മകനൊന്നുമില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ജലജി അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ ഒരു സ്ഥാനം കൊടുത്തിരുന്നതാണല്ലോ, അവൻ തന്നെയല്ലേ അത് ഇല്ലാതാക്കിയത്. ഇനിയിപ്പോൾ അവന് അധികാരമൊന്നും കൊടുക്കാനൊന്നും പറ്റില്ല. അധികാരം കൊടുത്തപ്പോഴൊക്കെ അവൻ അതിൻ്റേതായിട്ടുള്ള ഇതവിടെ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് പറ്റില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ജലജയ്ക്കാണെങ്കിലും അത് ഇഷ്ടമാവുന്നില്ല. പിന്നീട് ദേവയാനി പറയുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഇടയ്ക്ക് നാഴികയ്ക്ക് 40 വട്ടം ഈ വീട്ടിലെ 2 മരുമക്കൾ വന്ന് കയറിയതോടുകൂടിയാണ് ഈ വീടിൻ്റെ ഇത് തുടങ്ങിയത് എന്നുള്ളത്. അപ്പം അതിന് കാരണക്കാരൻ നിന്റെ മകനല്ലേ, അല്ലെങ്കിൽ ആ 2 മരുമക്കൾ ഈ വീട്ടിലേക്ക് വരില്ലായിരുന്നല്ലോ എന്നുള്ളതിൽ പറയാനുണ്ട്. അപ്പം ജാനകി പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ വന്നുകൊണ്ട് ഈ കുടുംബത്തിന് നല്ലൊരു മരുമകളെ കിട്ടിയില്ലേ, ആ മരുമകൾക്ക് ഇങ്ങനെ കണ്ണ് തട്ടാതിരിക്കാൻ കുറച്ച് ഇതൊക്കെ എല്ലാം മരുമകളെയും കിട്ടിയെന്നുള്ളതിൽ പറയാണ്. അപ്പോൾ നല്ല മരുമകളെ കിട്ടിയിട്ട് അമ്മായിയമ്മ എന്താ ആ മരുമകളെ എടുത്ത് അങ്ങ് തലയിൽ വെക്കാത്ത എന്നൊക്കെ പറയുമ്പോൾ ദേവയാനിക്ക് അത് ഇഷ്ടാവുന്നില്ല കേട്ടോ. ആ ഒരു സംസാരമല്ല ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്നുള്ളതിൽ പറയാണ്. അപ്പോൾ നിന്റെ സ്വഭാവമല്ലേ അവനും കിട്ടുള്ളൂ, നിന്റെ മുൻകാല ചരിത്രം അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിലും എനിക്കറിയാം ഞാനും എൻ്റെ മക്കളും ഈ വീട്ടിൽ പുറമ്പോക്കാണെന്ന് ഒക്കെ പറഞ്ഞിട്ട് നിനക്കിപ്പോൾ സന്തോഷമായോ ജാനകി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജാനകിക്കാണെങ്കിലും എനിക്ക് അത്ര വലിയ സന്തോഷമില്ല, അധികാരം കിട്ടുന്നതുകൊണ്ട് എൻ്റെ മോനും അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി അവിടുന്ന് പോകട്ടോ. പിന്നീട് നിർമ്മലും അതുപോലെ തന്നെ നവിയും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിങ്ങനെ അനന്തപുരിയിലേക്ക് നവിയുടെ പേരിൽ കൊറിയർ അയക്കാനാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ കൊറിയർ അയക്കുന്ന പയ്യൻ ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഇത് ഇങ്ങനെ സാറിന് തന്നെ കൊണ്ടുപോയാൽ പോരെ എന്നൊക്കെ. അപ്പോൾ ഇങ്ങോട്ട് ചോദിക്കുന്നു, വേണ്ട പറഞ്ഞത് അങ്ങ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് ഒരു 1000 രൂപ എടുത്തു കൊടുത്ത് അങ്ങ് വിടുന്നുണ്ട് കേട്ടോ, കൊറിയർ അയക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ നടക്കും. ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഗർഭമുണ്ടായിട്ട് അവളെ പുറത്താക്കാൻ പറ്റിയിട്ടില്ല, ഈ ഫോട്ടോ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നടക്കുന്ന മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ അഭി നിൽക്കുന്നത്. പിന്നീട് മുത്തശ്ശനാണെങ്കിലും ഇങ്ങനെ അനിയുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. എനിക്ക് എന്തോ കല്യാണത്തിന് ചെറിയൊരു താല്പര്യക്കുറവുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം എന്നൊക്കെ ദേവേനിയോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജയേട്ടനൊന്ന് വന്നോട്ടെ, എല്ലാം നമുക്ക് ഇതാക്കാന്നൊക്കെ പറയണം. അപ്പോഴേക്കും കൊറിയർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജലജേനോടാണ് വാങ്ങിക്കാനായിട്ട് മുത്തശ്ശി പറയുന്നത്. അപ്പോൾ കൊറിയർ വാങ്ങിച്ച് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ആർക്കാ കൊറിയർ എന്ന്. അപ്പോൾ നവിക്കാണെന്ന് പറയും. ഇങ്ങനെ ഇവിടെ ഒരുത്തനുണ്ടല്ലോ പൈസ ഇങ്ങനെ മുടക്കാനായിട്ട്, അവളിങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഓർഡർ ചെയ്ത് വരുത്തല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് തുറക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് അമ്മയുടെ കയ്യിലാണോ അത് കിട്ടിയത്, ഇതിപ്പോൾ അമ്മ അവരുടെ എല്ലാവരുടെ മുന്നിൽ വെച്ചും തുറന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അപ്പോൾ അത് തുറക്കാൻ നിൽക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, അത് നിന്റെ മരുമകൾക്ക് വന്ന കൊറിയറല്ലേ, അത് നീ തുറക്കുന്നത് ശരിയല്ല, അവൾക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് പറയാണ് കേട്ടോ. പിന്നീട് ജലജങ്ങ് പോകുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒളിഞ്ഞു മറിഞ്ഞുമല്ല അവൾ അച്ഛനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അബിക്ക് ഇങ്ങനെ കമ്പനിയിൽ ഒരു സ്ഥാനം കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെ കൊടുക്കാൻ പറ്റിയ, അധികാരം കൊടുത്തപ്പോഴൊക്കെ അവൻ അതിൻ്റേതായിട്ടുള്ള അത്യാഗ്രഹം കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അധികാരമൊന്നും കൊടുക്കാൻ പറ്റില്ല. എന്തായാലും അവൻ നമ്മുടെ ട്രസ്റ്റിലൊരു അംഗമാണല്ലോ, അപ്പോൾ എന്തായാലും ലാഭം അവന് തന്നെ കിട്ടും. പക്ഷേ അവൻ്റെ ദൂരത്തിന് അത് കൊടുക്കുന്നില്ല എന്നല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് ശരിയാണ്, അത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്നൊക്കെ മുത്തശ്ശൻ പറയാൻ കേട്ടോ. പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, ജലജയ്ക്ക് ഈ കുടുംബം ഇങ്ങനെ പങ്കുവെച്ച് മാറി താമസിക്കാനാണ് ഇഷ്ടം, അത് അവൾ ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ അച്ഛനോടും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ കുടുംബം ഇങ്ങനെ നോക്കി നടത്താനുള്ളതെല്ലാം ആദർശനാണുള്ളത്, അതുകൊണ്ട് തന്നെ അവനെയാണ് ഇനിയിപ്പോൾ അച്ഛൻ താക്കോൽ ഏൽപ്പിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ മുത്തശ്ശി ദേവേനയോട് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ജലജ മുകളിലേക്ക് വന്നിട്ട് അത് ചുറ്റുമൊക്കെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അത് പൊട്ടിക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അബിയാണെങ്കിലും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ അമ്മ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും അറിയുന്നില്ല, അതിലൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അപ്പോഴേക്കും മുത്തശ്ശി വരാണ് കേട്ടോ അത് പൊട്ടിച്ച് കഴിയുമ്പോഴേക്കും. അപ്പോൾ നീ എന്താ ഇവിടെ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അത് പൊട്ടിക്കരുത് എന്നുള്ളതെന്നൊക്കെ പറയുന്നത്, അല്ല അവൾ വിലപിടിപ്പുള്ള എന്തെങ്കിലും വാങ്ങിച്ചതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് അത് ശരിയല്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി അത് വാങ്ങാണ് കേട്ടോ. എന്നാൽ പിന്നെ അമ്മ തന്നെ അങ്ങ് കൊണ്ടുപോയി കൊടുത്തേക്ക്, ഞാനായിട്ട് പൊട്ടിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് മുത്തശ്ശിയാണെങ്കിലും ഇതിപ്പോൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ അബിയാണെങ്കിലും അവിടെ നിന്ന് മനസ്സിലോർക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി അത് കൊണ്ടുപോകുന്ന സമയത്ത് അത് ജലജ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഫോട്ടോസ് താഴെ വീഴുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും അതിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് മുത്തശ്ശിക്കും ആകെ ഒന്ന് ഷോക്ക് ആവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ.
പിന്നീട് മുത്തശ്ശി ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു, ഇത് അവളുടെ കുടുംബത്തിലുള്ള ഏതെങ്കിലും പയ്യന്മാരായിരിക്കുമോ, അങ്ങനെ ആയാൽ മതിയായിരുന്നു എന്നൊക്കെ ഓർത്ത് ആ ഫോട്ടോ എടുത്തുകൊണ്ട് നവ്യയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ അബിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് മുത്തശ്ശിനോട് പോയി പറയും, പിന്നീട് വീട്ടിലുള്ള എല്ലാവരും അറിയും എന്നൊക്കെ പറഞ്ഞ് നവ്യനെ പുറത്താക്കാൻ എളുപ്പമായല്ലോ. അപ്പോൾ ആ സന്തോഷത്തിൽ നിൽക്കുകയാണ്. പിന്നീട് നവ്യയുടെ അടുത്ത് വന്നിട്ട് കാര്യം പറയുന്നുണ്ടായിരുന്നു, മുത്തശ്ശി മോൾക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്, അപ്പോൾ നോക്കട്ടെ എന്ന് പറയട്ടെ. ഇത് ജലജ പൊട്ടിച്ച് നോക്കാനായിട്ട് തുടങ്ങുമായിരുന്നു. അപ്പോൾ ഞാനത് ശരിയല്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വാങ്ങിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഇടയിൽ 2 ഫോട്ടോസൊക്കെ നിലത്ത് വീണു. അപ്പോൾ അതുകൊണ്ട് മോളോട് ചോദിക്കുകയാണ്, ഇത് ആരാന്ന് ചോദിക്കട്ടോ. അപ്പോൾ ഇതൊരു ഫ്രണ്ടായിരുന്നു, ഇങ്ങനെ എൻ്റെ കല്യാണം ഉറപ്പിച്ച ശേഷം അവനിങ്ങനെ കല്യാണം മുടക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നൊക്കെ പറയുകയാണ്. ഇത് അവൻ്റെ കൂടെ നിൽക്കുന്നത് വേറെ ഏതോ ഒരു പെൺകുട്ടിയാണ്, എൻ്റെ തല വെട്ടി ഒട്ടിച്ച് മോർഫ് ചെയ്താണെന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ സൂക്ഷിക്കണം എന്നെല്ലാം മുത്തശ്ശിയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ജലജയുടെ കയ്യിൽ കിട്ടാഞ്ഞത് നന്നായി. അങ്ങനെയായിരുന്നെങ്കിൽ മോളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയേനെ, അവള് അതിനൊരു കാരണം ഉണ്ടാക്കിയേനെ. അപ്പം മോള് ചെയ്തത് തെറ്റ് തന്നെയാണ്. ഇങ്ങനെ കല്യാണത്തിന് മുന്നേ ഇനിയിപ്പോൾ എന്ത് നടന്നോന്നല്ല, ഇങ്ങനെ കല്യാണത്തിന് ശേഷം പിന്നീട് ഭർത്താവിനെ മറന്നൊന്നും ചെയ്യരുത് മോളെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. തിരിച്ചു അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറയുന്നത് കുറച്ച് ഉപദേശമൊക്കെ നവിക്ക് കൊടുത്തിട്ടാണ് കേട്ടോ മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നത്. ഇനി ഫോട്ടോസ് ആരെയും കാണിക്കേണ്ട എന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അബി ഇവരുടെ സംസാരം എല്ലാം ഇങ്ങനെ അവിടെ നിന്നിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അബിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു, കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ച പോലെ നടന്നില്ലല്ലോ എന്നിങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിലും അബിക്ക് ആകെ ദേഷ്യമൊക്കെ വരുന്നുണ്ട്, പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട് തന്നെ. അപ്പോഴേക്കും നവ്യയുടെ ഫോണിലേക്ക് കോള് വരുന്നുണ്ട്. നിർമ്മലായിരിക്കും കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ വിളിച്ചിട്ട് ചോദിക്കുന്നത്, ഈ ശബ്ദം ഓർമ്മയുണ്ടോ എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ മുഖം കാണിക്കണമെങ്കിൽ വീഡിയോ കോളിന് വരാം, എന്നിട്ട് ചോദിക്കാം ഈ മുഖം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കാം എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ നീ ആരടാന്നൊക്കെ ചോദിച്ച് നവ്യ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിർമ്മലിന് പറയാണ്, അപ്പോൾ നീ എന്തിനാടാ എൻ്റെ ഫോട്ടോസ് ഇങ്ങനെ വീട്ടിലേക്ക് കൊറിയർ അയച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതുപോലെ തന്നെ നിന്നോട് അത്ര ഇഴുകി ചേർന്നിട്ട് നിന്നിട്ടൊന്നുമില്ല, അപ്പോൾ കൈ പിടിച്ച് നടന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അതുപോലെ നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ നവ്യ വഴക്കിടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിർമ്മലാണെങ്കിലും വിട്ടുകൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, അപ്പോൾ ഇനി നമുക്ക് ആ ഫ്രണ്ട്ഷിപ്പ് തുടരാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നവിക്ക് ഇഷ്ടമാവാതെ നീ എന്നെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നിർമ്മല പറയുന്നുണ്ടായിരുന്നു, ഞാൻ നിന്നെ ഭാര്യയാക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അബിയാണെങ്കിലും റൂമിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ നിന്റെ കയ്യിൽ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ പലതും ഉണ്ടാവും, അതൊന്നും നിന്നെ കാണിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അതിപ്പോൾ എല്ലാം നിന്നെ കാണിക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അബിനോട് ദേഷ്യപ്പെട്ട് നവ്യ അബിയുടെ അടുത്ത് നിന്ന് പെട്ടെന്ന് മാറാണ് കേട്ടോ ആ ഫോട്ടോസും കൊണ്ട്. അതിനുശേഷം കനകയാണെങ്കിലും ഭയങ്കര സങ്കടത്തിൽ നിൽക്കുകയാണ്. അപ്പോഴേക്കും നന്ദു തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ വന്നിട്ട് അമ്മയെന്ന് ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും കനക ഓടി വന്നിട്ട് നന്ദുവിനെ അടിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നന്ദുവിന് എന്താ കാര്യം എന്ന് അറിയില്ലല്ലോ. അപ്പോൾ നന്ദു പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, അമ്മ ഇനി കാരണം പറയാതെ എന്നെ തല്ലരുത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നിനക്ക് കാരണം അറിയണേ അല്ലടി, എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് ആ അനിയുടെ ഫോട്ടോ അങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നന്ദുവിന് കാര്യം മനസ്സിലാവുന്നത്. പിന്നീട് കനക അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിന്റെ 2 ചേച്ചിമാരുടെ ജീവിതം നീ കാണുന്നതല്ലേ, എന്നിട്ടും എന്തിനാ ഈ ചതി ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു എന്നൊക്കെ കനക പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് അടിക്കുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ വേദനയൊക്കെ നീ നേരിട്ട് കാണുന്നവളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അടിക്കാനായിട്ട് തുടങ്ങണം. അപ്പോൾ നന്ദുവിന് ഒന്നും പറയാനൊന്നും പറ്റുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ പിന്നീട് നിനക്ക് അന്തപുരിയിലേക്ക് കയറണോ, അത് നടക്കില്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നന്ദുവിൻ്റെ കഴുത്തിലേക്ക് കുത്തിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് കണ്ടുകൊണ്ടാണ് ഗോവിന്ദൻ അവിടേക്ക് വരുന്നത്. എന്താ ഇത് എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കനക ഗോവിന്ദേട്ടൻ ഇത് അറിഞ്ഞാൽ നന്നായിട്ട് വിഷമിക്കുക എന്നോർത്തിട്ട് ഇവള് നമ്മൾ ഇങ്ങനെ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗോവിന്ദൻ പറയുക, ഇവള് നല്ല കുട്ടിയല്ലേ, നൈനമോളെ കണ്ടല്ലേ ഇവള് വളർന്നിട്ടുള്ളത്, അതുകൊണ്ട് അവള് അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നവിയുടെ പോലെ അല്ല എന്നൊക്കെ പറയുമ്പോൾ കനക പറയുന്നുണ്ട്, പെൺകുട്ടികളുടെ മനസ്സ് എപ്പോഴാണ് മാറുന്നതെന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് കേട്ടോ. അപ്പം എന്തായാലും പിന്നീട് പറയുന്നുണ്ടായിരുന്നു, ഇവള് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നല്ല ജീവിക്കുന്നത്, എപ്പോഴും നമ്മുടെ സങ്കടം ഇവളല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്നിട്ട് ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനിപ്പോൾ എന്താ ഇവിടെ നടന്നത്, അവൾ പുറത്തു പോയി തല്ലുണ്ടാക്കിയോ, അതല്ലെങ്കിൽ ഏതെങ്കിലും പയ്യന്മാരുമായിട്ട് സ്നേഹത്തിലായോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ നന്ദു ആണെങ്കിലും ഇങ്ങനെ ഗോവിന്ദനെ തന്നെ ഇങ്ങനെ ഒരു ഞെട്ടലോടുകൂടി നോക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.